പരപ്പനങ്ങാടി ഐക്യകാഹളമുയർത്തി ഹിന്ദു ഏകതാ സമ്മേളനം സമാപിച്ചു. പരപ്പനങ്ങാടി മുനിസിപ്പൽ തല ഹിന്ദു ഏകതാ സമ്മേളനം ചെട്ടിപ്പടി പുത്തൻതെരു ശ്രീ മഹാഗണപതി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്നു. ലളിതാ സഹസ്രനാമ ജപത്തോടെ ആരംഭിച്ച പരിപാടിയിൽ തൃശൂർ ശിവാശ്രമം മഠാധിപതി സദ്ഗുരു സ്വാമി ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജിന് NV ദേവദാസൻ പൂർണ്ണകുംഭം നൽകി താലപ്പൊലിയോടെ വേദിയിലേക്ക് ആനയിച്ചു. സുരേന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം സ്വാമി ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി MP രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ ദർശനം മുറുകെ പിടിച്ച് ആധ്യാത്മിക മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള ധർമ്മയജ്ഞമാണ് ഈ ഏകതാ സംഗമമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സംസ്കാര വിഭാവനം ചെയ്യുന്ന ഏകത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക, ധർമ്മത്തിന്റെ പാതയിൽ ഒരേ മനസ്സോടെ അണിചേരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതില് ഒരു വളരെ നല്ലൊരു ഗണഗീതമാണ്. സംഘ സംഘമൊരേ ജപം ഹൃദയത്തുടി പുകളാവണം, സംഘമാവണമെന്റെ ജീവിതമെന്തു ധന്യമിതിൽ പരം. എന്താണ്? സംഘമാവണം എന്റെ ജീവിതം എന്തു ധന്യമിതിൽ പരം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളൊരു പ്രസ്ഥാനം ഭാരതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഏകതാ സമ്മേളനം നടത്താൻ പറ്റില്ലായിരുന്നു. ഇന്ന് മലപ്പുറത്ത്, നമ്മളൊക്കെ മലപ്പുറം ജില്ലയാണല്ലോ, ഹിന്ദുവിന്റെ പോപ്പുലേഷൻ 2011 27%. C. സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ രക്ഷാധികാരി അരവിന്ദക്ഷൻ, P. നാരായണൻ, ശിവാനന്ദൻ കേടക്കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സാമുദായിക സംഘടനകളെ പ്രതിനിധീകരിച്ച് ബിജു കോട്ടേക്കാട്, NV സുമതി, വിജയകുമാരി, PV തുളസീദാസ്, ശശികുമാർ, ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പരപ്പനങ്ങാടി നഗരസഭാ കൌൺസിലർ O. സുമിറാണി നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. സമാപന ചടങ്ങിൽ പ്രദേശത്തെ മാതൃസമിതികളുടെ ആഭിമുഖ്യത്തിൽ മെഗാ തിരുവാതിരയും അരങ്ങേറി. പരപ്പനാടൻ പൾസ്, പരപ്പനങ്ങാടി.